സോ ഗൈസ് നമ്മളെ ഡേ 2 ഡെസ്റ്റിനേഷൻസിലെ നമ്മളെ വിദ്യാധർ സ്റ്റെപ്പ് വാൾ വിച്ച് മീൻസ് നമ്മളെ വടവൂടരയിലെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണണം മോനെ, സംഭവം ഒരു രക്ഷയിലാട്ടോ. എന്താ കാണാൻ രസം എന്നറിയാം സംഭവം. നിങ്ങൾക്ക് കാണിച്ചാൽ ആദ്യം നമുക്കിവിടെ ചെരുപ്പ് ഊരണം. സ്ഥലം നോക്കിയാൽ മക്കളെ എന്താ രസം നോക്കിയാലേ. സംഭവം ഇപ്പോൾ ആദ്യം ഇവിടെ നമുക്കിപ്പോൾ ചെരുപ്പ് ഊരണം, എന്നിട്ടാണ് ബാക്കി പരിപാടി. ഇവിടെ സ്ഥലം പിന്നെ ഇതാണ് ഈ കാണുന്ന സ്ഥലമാണ് നിങ്ങൾ കണ്ടത്. ഇതുപോലെ സ്റ്റെപ്പ് ബോർഡാണ് മെയിൻലി താഴോട്ടേക്ക് ഇറങ്ങി പോകേണ്ടതാണ്. ആകെ ഇത്രയേ ഉള്ളൂ. ഇത് ബെസ്റ്റ് പ്ലേസ് ഫോർ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ആണ് ഏകദേശം. സോ നിങ്ങളിപ്പോൾ കാണാൻ പറ്റും നമ്മൾ ഷൂ കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പോക്കാണ്. എനിക്ക് എന്താ അറിയില്ല, താഴെ അമ്പലം പോലെ കുറേ ആളൊക്കെ ഇറങ്ങിപ്പോകുന്ന കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ താഴെ പോയി നോക്കാം. എന്തായാലും സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് മെയിനായിട്ട് ഇറങ്ങലാണ് കാര്യം. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നത്. ശ്രദ്ധിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. സോ ഇതിങ്ങനെ താഴോട്ട് ഇറങ്ങി നല്ല ചൂടുകൊണ്ട് വിചാരിക്കുന്ന പോലെയല്ല. ഓ സംഭവം വിചാരിക്കുന്ന പോലെയല്ല. എന്താ രസം എന്നറിയാം സംഭവം കാണാനോ. കിടിലും തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ഏതാ മോനെ തിരിച്ച് ശരിക്കും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫ്രെയിം എന്താ പറയുക, നല്ല രസമില്ല സംഭവം കാണാൻ. വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ എൻ്റെ ഏകദേശം. അപ്പോൾ താഴോട്ട് ഇറങ്ങാൻ നല്ല രസമുണ്ട് വിചാരിക്കുന്നില്ല. താഴെ മന്ദിരം എന്നാണ് പറയുന്നത്. നമ്മൾ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. ഒരു ഭൂമീൻ്റെ അടിയിലൊക്കെ പോകുന്നതൊരു ഫീലാണ്. എന്താ പറയുക, ഇവിടുന്ന് വീഡിയോ തന്നെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഒരു ഭൂമി താഴോട്ടേക്കൊക്കെ പോകുന്നില്ല. ഐ തിങ്ക് എന്താണെന്നറിയില്ല. നല്ല രസമുണ്ട് സംഭവം. ബേസിക്കലി എന്താ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ നടക്കുക. കാരണം ഇതൊരു ലൈക്ക് ബേസിക്കലി എന്താ പറയുക, ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നതിനേക്കാളും താഴെ നല്ല അടിപൊളി രസം. ഇവിടെ മന്ദിരമാണ്, പ്രേ ചെയ്യുക. ഇവിടെ സമാധാനത്തില്ല, ഇവിടെ ചൂട് പോലും ഇല്ല. അതാണ് മെയിൻ കാര്യം. നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ കാണാൻ പറ്റും, ചൂട് പോലും. നമുക്ക് എന്തായാലും താഴെയും കൂടി പോയി നോക്കാം. അതിനനുസരിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഇതിൻ്റെ മുന്നിൽ കുറച്ച് വേറെ എന്തൊക്കെയോ ഡാൻസും പരിപാടി, ഫോട്ടോഗ്രാഫി പരിപാടിയൊക്കെ നടക്കുക. എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. എന്തോ കപ്പിൾ ഷൂട്ടാണോ എന്താണെന്നറിയില്ല. അവർ വേറെന്തോ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതിൻ്റെ തൊട്ട് താഴെ ഇതിങ്ങനെ ഇറങ്ങി പോകണം. സോ എക്സ്ക്യൂസ് മീ, സംഭവം നമുക്കിതിൻ്റെ താഴോട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സോ നമുക്കിതിൻ്റെ താഴെ പോയാൽ എന്താ നല്ല താഴെ സംഭവം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ വീഡിയോ ഷൂട്ട് കാര്യങ്ങളൊക്കെ പരിപാടി നടക്കുക. സോ മെയിൻ നമ്മൾ ഏറ്റവും അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. താഴെ ലെവൽ ഓഫ് എത്തിയിട്ടുണ്ട്. താഴെ പ്രത്യേകിച്ച് എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വവ്വാലുകളുടെ സ്ഥലം സംഭവം രസം തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഇതാ ഉള്ളത്, ഇതൊരു സ്ഥലം. അതേപോലെ തന്നെ താഴെ വേറെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ഓഫ് വെള്ളങ്ങളാണ് ഉള്ളത്. ഇവിടെ ബേസിക്കലി വെള്ളം താഴെ ഉണ്ട്. നമ്മളെ അഹമ്മദാബാദിൽ അതേ സംഭവം തന്നെ ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ആൾക്കാർ മൊത്തം വൃത്തികേടാക്കിന്, വേസ്റ്റ് ഇട്ടിട്ടും പ്രിസേർവ് ചെയ്യാണ്ടൊക്കെ കാര്യങ്ങൾ സംഭവം. പക്ഷേ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്, ഭൂമിൻ്റെ അടിയിൽ എത്തിയപ്പോഴത്തെ ഫീൽ കേട്ടോ. എന്തായാലും കിടില സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്താ പറഞ്ഞൊരു ലെവൽ ഓഫ് വിൻറ്റേജ് പ്ലേസ്. നമ്മൾ ഈ ഗെയിംസിലൊക്കെ കാണുന്ന ഏരിയ ഇല്ല, അതേപോലത്തെ ഒരു വൈബ് കിട്ടിയ. എന്തായാലും ഒരു വട്ടെങ്കിലും ഇത് വടവൂരിൽ വരുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ബോൾ മിസ് ചെയ്യാണ്ടിരിക്കുക. അഹമ്മദാബാദും ഉണ്ട്, പക്ഷേ എന്താ പറയുക, ഈ കാണുമ്പോൾ എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ എന്തോ പ്രത്യേക പോലെ തോന്നും. ഒരു കൈൻഡ് ഓഫ് പോസിറ്റീവും ചെറിയൊരു സ്മെല്ലുണ്ട്. വവ്വാലിൻ്റെ തീട്ടത്തിൻ്റെയാണ് എന്താണെന്നറിയില്ല. സംഭവം നല്ല രസം കേട്ടോ. അപ്പോൾ ഗൈസ് ബേസിക്കലി അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. എന്താ പറയുക, ജസ്റ്റ് ചെറിയൊരു സ്ഥലമാണ്. എൻട്രി ടിക്കറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ടിക്കറ്റ്സ് ആണ്. ബേസിക്കലി വന്ന് എന്തായാലും വിസിറ്റ് ചെയ്തിട്ട് പോവാം, അത്രയേ ഉള്ളൂ. കുറച്ച് ടൗണിൽ നിന്ന് വടവൂരിലെ ടൗണിൽ നിന്ന് കുറച്ച് ഏകദേശം പോകാനുണ്ട്. 9 കിലോമീറ്റേഴ്സ് 10 കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ് ഉണ്ട്. എന്തായാലും വരിക, റോഡിൻ്റെ നടുവിലായിട്ട് തന്നെയാണ്. എന്തായാലും ഇത് കണ്ടുവരാം, ഫോട്ടോസൊക്കെ എടുത്തിട്ട് മാക്സിമം പോവാം. ഞാൻ സോളോ ട്രാവൽ അടിക്കുന്നതുകൊണ്ട് അധികം പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ സ്ഥലം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സോ സംഭവം എന്തായാലും നമ്മുടെ ഡേ 2 ഏകദേശം ഡെസ്റ്റിനേഷൻസിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വൈകുന്നേരം ഒരു ലേക്കും കൂടി നമ്മളിന്ന് കവർ ചെയ്യാൻ പ്ലാനില്ല. അതിനുശേഷം നമ്മൾ നേരെ വടവൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനും കൂടി ഉണ്ട് സൂറത്തിലോട്ടേക്ക്. സോ അപ്പോൾ ഇന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ഞാൻ ശരിക്കും പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, വെറുതെ ടൈം ഉണ്ടെങ്കിൽ പോകുന്നുള്ളൊരു പ്ലാനിൽ ഇറങ്ങിയതാണ്. ബട്ട് ഈ ബറോഡ മ്യൂസിയം സൂ എല്ലാം വെച്ച് എത്രയോ അടിപൊളിയാണ്. സോ എന്തായാലും നിങ്ങൾ ഗുജറാത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം വടവൂരിൽ മറക്കാണ്ട് വിസിറ്റ് ചെയ്യുക, അടിപൊളിയാണ്. സോ നമ്മളെ വീഡിയോ ഇത്രയുള്ള അവസാനിപ്പിക്കുക. സോ അടുത്ത വീഡിയോ കാണുന്നതിനും ബൈ ഫ്രം ഡിഗിൻ ഫുഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ഗുജറാത്ത് സീരീസ്. ബൈ.